ചേട്ടാ ചേട്ടാ രീതി കുഴപ്പമില്ല ചേട്ടാ. അത്രയ്ക്ക് പോകാനൊന്നും വേണ്ടോ. ഇതിനു വേണ്ടി ചേട്ടൻ നിന്നെ ചേട്ടൻ വിചാരിച്ചാൽ മതി. രീതി അത് പിന്നെ മീനു പറഞ്ഞായിരുന്നു ചേട്ടനെ പോലെ ചേട്ടൻ ഞങ്ങളുടെ ഭാഗ്യമാണ്. എനിക്കെല്ലാം അറിയാം. നിങ്ങൾ കണ്ടതും പ്രേമത്തിലായതും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ അറിയാം. നിനക്കറിയാലോ, ഞങ്ങൾ തമ്മിൽ ഒരു 5 വയസ്സ് വ്യത്യാസമുണ്ട്. അമ്മയോളെ പെറ്റിട്ടെന്നേ ഉള്ളൂ. ഞാനാ നോക്കിയത്. എനിക്കറിയാം ചേട്ടാ. ചേട്ടാ എനിക്ക് മീനു ഇല്ലാണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് ചേട്ടൻ എങ്ങനെയെങ്കിലും വീട്ടിൽ പറഞ്ഞ ഞങ്ങളായിരുന്നു സമ്മതിക്കണം. അതൊക്കെ പിന്നത്തെ കാര്യമല്ലേ. ഇപ്പം എനിക്കൊരു കാര്യം അറിയാനുണ്ട്. എന്നേട്ടാ? എന്താണ് നിൻ്റെ ഉദ്ദേശം? ജോലി വേണ്ടേ? ജീവിക്കണ്ടേ? അയ്യോ ചേട്ടാ, അതൊക്കെ സെറ്റാ. 2 മാസത്തിനുള്ളിൽ ഞാൻ യുകെക്ക് പോകും. ഞാൻ പോയാൽ പിന്നെ അവളെയും കൂടെ ഞാൻ കൊണ്ടുപോകുമല്ലോ. എൻ്റെയും കാര്യം ഏകദേശം അതുപോലെ. ഒരു ബിസിനസ് സെറ്റാക്കി കൊണ്ടുവരുന്നുണ്ട്. രക്ഷപ്പെടണമല്ലോ. പക്ഷെ ഇതൊക്കെ നിന്റെ വീട്ടിലൊരു പ്രശ്നമാകുമോ എന്നാണ്. അയ്യോ ചേട്ടാ, ചേട്ടാ കെട്ടാൻ പോണ പെണ്ണിൻ്റെ ചേട്ടൻ്റെ ജോലി എൻ്റെ വീട്ടിൽ പ്രശ്നമാവൂല. അതാ നിന്റെ പെങ്ങളെ കെട്ടാൻ പോകുന്നൊരു ജോലി വേണ്ടേ? അതെ, ഞാനും നിന്റെ ചേച്ചി അഞ്ജലി തമ്മിൽ ഇഷ്ടത്തിലാണ്. അളിയെ ഞങ്ങൾ അനുഗ്രഹിക്കണം. ഞങ്ങളുടെ കല്യാണം നടത്തി തരണം. 2 കല്യാണം ഒരേ ദിവസം നല്ല ലാഭം കളിയാ. ബിസിനസ് രക്ഷപ്പെടുവോ? അളിയുടെ UK പോക്ക് കിടക്കും. അതുറപ്പാ. അങ്ങനെയാണെങ്കിൽ നോ ടെൻഷൻ. ഇപ്പൊ ബിസിനസ് പൊട്ടിയാലും അളിയനോട് നിന്ന് എനിക്കൊരു വിശേഷിച്ചായിരുന്നു. ഞാൻ അങ്ങോട്ട് കയറി വരുന്നു. അവിടെ വന്നു ഞാൻ എന്തോ പണിയെടുക്കും. അവിടെ നാണക്കേടില്ലല്ലോ. നല്ല പാട്ടളിയാ കേട്ടോ.